ബിന്ദുവിനുണ്ടായ ദുരനുഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് എന്ന് മന്ത്രി OR കേളു. പോലീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പ്രതികരിച്ചു. അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതും ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡി എടുത്തതെന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീടാണ് അന്വേഷണത്തിൽ ആ മാല ആ വീട്ടമ്മയുടെ വീട്ടിനകത്തു നിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും ആ നമ്മുടെ ഈ തദ്ദേശീയ ജനവിഭാഗത്തെ ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. നെടുമങ്ങാട് ചുള്ളിമാനൂരിലെ വീട്ടിലെത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിനെ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന സണ്ണി ജോസഫിന്റെ ആവശ്യം. പോലീസിൽ വിളിച്ച സമയത്ത് തന്നെ ബിന്ദു ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി, ഒന്നും ലഭിച്ചില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് നിരപരാധിത്വം വ്യക്തമാക്കി. എന്നാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SI ചീത്ത വിളിക്കുകയും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പെൺമക്കൾ അവരെയും അവഹേളിക്കുന്ന രൂപത്തിൽ, ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഈ കുടുംബത്തിനാകെ വലിയ പ്രയാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഒരു പരാതി, വിശദമായൊരു പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ബിന്ദു പ്രതിയായിട്ടാണ് ആ FIR കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. DGPക്ക് പരാതി കൊടുത്തു. ഈ തെറ്റായിട്ടുള്ള രൂപത്തിൽ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും അവഹേളിക്കുകയും മക്കളെ ഉൾപ്പെടെ കേസിലേക്ക് വലിച്ചഴക്കുകയും മക്കളെ കള്ളിയുടെ മക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഭർത്താവിനും മക്കൾക്കെല്ലാം വലിയ മാനസിക പീഡനം ഉണ്ടാക്കുകയും ചെയ്ത ബിന്ദുവിന് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. പോലീസ് ഭരണത്തിന്റെ നേർസാക്ഷ്യം എന്ന VD സതീശൻ. ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് അവർ പുറത്തിറക്കി വിട്ടു. തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ FIR എടുത്ത് ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടു. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത്? ആ സ്ത്രീയോട് പറഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അതാണോ കുടിക്കാൻ കൊടുക്കുന്നത്? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞയച്ചു. പരാതി കൊടുത്ത് എടുക്കും, വേണമെങ്കിൽ കോടതി പൊക്കോളാൻ. ഇതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാണം കെട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ്? ബിന്ദുവിന് എതിരായ പോലീസ് നടപടിയിൽ പരിഹാരമുണ്ടാകുമെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഇവിടുത്തെ CPMന്റെയും LDFന്റെയും കേരളത്തിലെ നേതൃത്വം ഉചിതമായ വിധത്തിൽ അതിനോട് പ്രതികരിക്കും. സംസ്ഥാന ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.